സ്വാഗതം. സിനിമാ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ വൻ പ്രതിസന്ധി. സിനിമാ നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കാൻ നിർബന്ധിതമാകുന്ന സാഹചര്യവും പ്രതിസന്ധിയുടെ ആഴം കൂട്ടുന്നുണ്ട്. നയരൂപീകരണ സമിതിയിൽ നിന്ന് ബി ഉണ്ണികൃഷ്ണനെ ഒഴിവാക്കണമെന്നും ആവശ്യം ഉയർന്നു. സിനിമാ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ മുന്നോട്ട് വെച്ച ആശയമാണ് സിനിമാ കോൺക്ലേവ്. സിനിമാ മേഖലയിലെ ഇതിനേക്കാൾ വലിയ പ്രതിസന്ധിയായി മാറുകയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഈ തീരുമാനം. സിനിമാ നയ രൂപീകരണ കമ്മിറ്റിയിൽ തന്നെ അംഗമായ എം മുകേഷിനെതിരെയുള്ള ആരോപണമാണ് ആദ്യത്തെ പ്രതിസന്ധി. ആരോപണത്തിന്റെ നിഴലിലുള്ള മുകേഷിനെ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം ശക്തമായി. സ്വയം രാജിവെക്കാൻ CPIM തന്നെ മുകേഷിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതുവരെയും മുകേഷ് സ്ഥാനമൊഴിഞ്ഞിട്ടില്ല. മുകേഷിനെ ഉൾപ്പെടുത്തി കോൺക്ലേവ് നടത്താനുള്ള തീരുമാനം ലജ്ജാകരമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. എന്ത് ധാർമ്മികതയാണ് CPM-നും സർക്കാരിനും ഇക്കാര്യത്തിലുള്ളത്? അപ്പൊ മുകേഷിനെതിരെ നടപടിയെടുക്കാതെ ഹേമ കമ്മിറ്റിയിൽ പരാമർശിക്കപ്പെട്ടുള്ള മറ്റാളുകളുടെ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും? മുകേഷിനെയും മറ്റും വെച്ച് കോൺക്ലേവ് നടത്താനുള്ള തീരുമാനം പോലും ലജ്ജാകരമായ തീരുമാനമാണ്. കോൺക്ലേവ് നിർത്തിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക. നയരൂപീകരണ കമ്മിറ്റിയിൽ നിന്ന് ബി ഉണ്ണികൃഷ്ണനെ ഒഴിവാക്കണമെന്ന ആവശ്യവും ഇതിനിടെ ഉയർന്നു. പ്രതികാര ബുദ്ധിയോടെ തൊഴിൽ നിഷേധം നടത്തിയ ബി ഉണ്ണികൃഷ്ണനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് സംവിധായകൻ വിനയൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ഇരകളെയും വേട്ടക്കാരെയും ഒന്നിച്ചിരുത്തിയുള്ള സിനിമാ കോൺക്ലേവ് അനുവദിക്കില്ലെന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ചു. അത് എന്ത് വില കൊടുത്തും തടയും. പിന്നെ UDF ഒറ്റക്കെട്ടാണ് ഇക്കാര്യത്തിൽ. ആരോപണ വിധേയരെ ഒഴിവാക്കിയാലും സിനിമാ കോൺക്ലേവിന്റെ പ്രതിസന്ധി അവസാനിക്കുന്നില്ല. താരസംഘടനയായ അമ്മയിലെ മുഴുവൻ അംഗങ്ങളും രാജിവെച്ച പശ്ചാത്തലത്തിൽ ഔദ്യോഗികമായി ആരെ ക്ഷണിക്കുമെന്നതാണ് പ്രതിസന്ധി. സിനിമാ മേഖലയിലെ പ്രധാന താരങ്ങളെ ക്ഷണിച്ചാൽ അതിൽ WCC ഉൾപ്പെടെയുള്ള സംഘടനകൾ സഹകരിക്കുമോ എന്നുള്ളതും വ്യക്തതയില്ല. അങ്ങനെ അടിമുടി പ്രതിസന്ധിയിൽ തുടരുമ്പോഴും നവംബർ 24-ന് തന്നെ കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന തീരുമാനത്തിലാണ് സർക്കാർ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അത്ര കണ്ട് വിമർശനമുയരുമ്പോഴും കോൺക്ലേവിനായി സർക്കാർ വാശി പിടിക്കുന്നത് എന്തിനെന്നറിയില്ല. വിജയമാകുമെന്ന് ഉറപ്പില്ലാത്ത കോൺക്ലേവ് കൊണ്ട് തീരുന്നതല്ല സിനിമാ മേഖലയിലെ പ്രതിസന്ധി. സർക്കാരിന്റെ തലവേദനയും കോൺക്ലേവിൽ അവസാനിക്കില്ല. സലിം മാലിക്, 24, തിരുവനന്തപുരം.